ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നേ ദിനം ദിവ്യബലിയിൽ നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിൽ നിന്ന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദനം നാം വായിച്ചു കേൾക്കുന്നു. ഹെറോദോസ് സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിലടയ്ക്കുന്നത് യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയതുകൊണ്ടോ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടോ അല്ല. കാരാഗൃഹത്തിലടയ്ക്കുവാൻ കാരണം ഹെറോദോസ് സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയായെ സ്വന്തമാക്കുവാൻ പരിശ്രമിച്ചപ്പോൾ ഹെറോദോസിൻ്റെ ജീവിതത്തിലെ വ്യഭിചാരമെന്ന തിന്മയെ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുമൂലമാണ് ഹെറോദോസ് സ്നാപക യോഹന്നാനെ ബന്ധനസ്ഥനാക്കുന്നത്. നന്മയുടെ മൂല്യങ്ങൾക്കു വേണ്ടി നന്മയുടെ സ്വരമായി സ്വന്തം ജീവൻ നൽകിയ വ്യക്തിയാണ് യോഹന്നാൻ. തെറ്റിനെ തെറ്റായി സമൂഹത്തിന് മുൻപിൽ ചൂണ്ടിക്കാണിച്ചു. 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവനാണ് ഹെറോദോസ് എങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഹെറോദോസുമാരുണ്ട്. തങ്ങൾക്ക് ലഭിച്ച അധികാരം സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് നന്മയുടെ സ്വരത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവർ. അധികാരം ഭരമേൽപ്പിക്കപ്പെടുന്നവൻ്റെ കടമയാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നത്. എന്നാൽ നമുക്ക് ചുറ്റും നാം കാണുന്നത് അങ്ങനെയല്ല. ഹെറോദോസുമാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഈ ചിന്താഗതിക്ക് മാറ്റം വരണം. നന്മയുടെ സ്വരമാണ് ഓരോ അധികാരികളിൽ നിന്നും മുഴങ്ങിക്കേൾക്കേണ്ടത്. ഭരണതലത്തിലുള്ളവരായാലും ഓഫീസുകളിലെ അധികാരികളായാലും ആത്മീയ നേതൃത്വത്തിലുള്ളവരായാലും ഒരു കുടുംബത്തിൻ്റെ നാഥനായാലും എല്ലാവരിൽ നിന്ന് നന്മയുടെ വാക്കുകൾ, നീതിയുടെ സ്വരങ്ങൾ ഉയരുമ്പോൾ ഈ ലോകം ദൈവരാജ്യമായി മാറും. നമുക്ക് വേണ്ടത് ഹെറോദോസിനെ അല്ല, മറിച്ച് സ്നാപക യോഹന്നാനെയാണ്. സത്യത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ചൂണ്ടുപലകകളായ സ്നാപക യോഹന്നാന്മാർ ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.